വിവാഹം എന്ന് പറഞ്ഞാൽ പിള്ളകളിയല്ല, കളിതമാശല്ല, വിശേഷ വിധത്തിൽ വഹിക്കാനുള്ളത് വിവാഹം. അതായിരുന്നു വ്യാഖ്യാനം. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ദം ദാനം ചെയ്യുക, പഥ്യം ഒരുമിച്ച് സഹിക്കുക. അപ്പം ശരീരവും മനസ്സും ആത്മാവും ദാനം ചെയ്യുകയും വേണം. ദൈവം തരുന്ന ചില സഹനങ്ങളും നമ്പരങ്ങളുണ്ട്, അതൊരുമിച്ച് സഹിക്കുകയും വേണം. അതുകൊണ്ടാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാണ് പറയുന്നത്. എന്ന് പറയും, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലേ കിടക്കും. അതാണ് ദാമ്പത്യം ജീവിതം. ഇതായിരുന്നു അവിടെ നിന്ന് ആവിഷ്കരിച്ചതും പങ്കുവച്ചതുമായ ചിന്തകള്. പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ അതിന്റെ അക്ഷരങ്ങൾ വികസിപ്പിക്കുമ്പോൾ ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു, അതാണ് ഫാമിലി. ഈ കൌൺസിലിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പല വിധത്തിലുള്ള ആളുകളായിരിക്കും അച്ഛന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാൻ അച്ഛൻ പല തമാശകളും പല സിറ്റുവേഷൻസിലും പറഞ്ഞിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യണേ അച്ഛൻ? അവരോട് പറയും, ദമ്പതിമാരോടൊക്കെ പറയും, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ശിരസാണ്, ഭാര്യ പെടലിയാണ്. പക്ഷെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെടലി അങ്ങനെ തിരിയുവോ, അങ്ങനെ തലയ്ക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് സാധാരണ പറയാറുള്ള കാര്യം. അതായത് ഭാര്യ എങ്ങോട്ട് തിരിയും അതിനനുസരിച്ച് ഭർത്താവ്. അപ്പം എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവസാന വാക്ക് അവളുടേതാണ്. ഭർത്താവ് പറഞ്ഞിങ്ങനെ, വീട്ടിലെ എന്ത് കാര്യവും എന്റെ ഭാര്യ തീരുമാനിക്കും. ഏത് വണ്ടി വേണം, പാല് വേണം, വെള്ളം വേണം, വീടിന്റെ ഷേപ്പ് വേണം എന്നൊക്കെ. പക്ഷെ എന്നാലും വെച്ചാ അവസാന വാക്ക് എന്റേതാണ്. എന്നാ പറഞ്ഞു വെച്ചു, അവളെന്ത് പറഞ്ഞാലും അവസാനം ഞാൻ പറയും അങ്ങനെ തന്നെ ആകട്ടെ. കൂടുതൽ പ്രായമുള്ളവരോട് അച്ഛൻ എങ്ങനെയാ സംസാരിക്കുന്നത്? വാർദ്ധക്യത്തിലുള്ളവർ അതെ, അവരോട് പറയും, നമ്മുടെ ജീവിതത്തിന്റെ മനുഷ്യന് പല പല കാലങ്ങളുണ്ട്. അപ്പൊ ആ കാലങ്ങളിൽ ഇപ്പം കളിച്ചു നടക്കുന്നൊരു കാലമുണ്ട്, കൊച്ചു പിള്ളേരാകുമ്പം കുളിച്ചു നടക്കുന്ന കാലമുണ്ട്. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കുളിച്ചുകൊണ്ടിരിക്കുക. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 20 വരെ കളിച്ചുകൊണ്ടിരിക്കുക. 20 കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. 30കളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറയും, എല്ലാരും കേട്ടാ മതി ആ ചിന്ത. 40കളിലും 50കളിലും വീണ്ടും വിചാരം വരും. 60കളാകുമ്പം ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങുന്ന. 60 വയസ്സിൽ മുകളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 60 കഴിയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞ 60 കഴിയുമ്പോഴത്തേക്ക് മക്കളോടും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പലതും, ചുമ്മാ അങ്ങ് പറയും. അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ബഹളമാവും. ഒരു 70-80 ആകുമ്പോഴത്തേന് ചുമ്മാ ചിരിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ പറഞ്ഞാലും കേൾക്കുകയെന്നറിയാം. എല്ലാം കാണുക, ചിരിക്കുക, പോയി കുത്തിയിരിക്കുക. അപ്പൊ ഒരു 60കൾക്ക് ശേഷം വരുമ്പം ഒരു കാര്യം ഓർക്കാനുള്ളത്, ചൊറിഞ്ഞ വർത്താനം ശ്രദ്ധിക്കണമെന്നും, അപ്പം അല്പം കൂടെയൊക്കെ സ്നേഹത്തോടെ ഇരുന്നില്ലെങ്കിൽ മക്കളും കൊച്ചുമക്കളും അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നും, അല്പം കൂടെ കരുതലുണ്ടായിരിക്കണമെന്നൊക്കെ ആ പ്രായത്തിലുള്ളവരോട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തില് ആണുങ്ങളാണെങ്കിൽ അവർക്ക് 5 കാലങ്ങളുണ്ടെന്ന് പറയാ. അവരെ കുറിച്ച് പറയുന്നത്, ആണുങ്ങളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ജോലിയും ചെറുപ്പമൊക്കെ ആയിട്ട് മോട്ടോർ സൈക്കിളിൽ നടക്കുമ്പം അവൻ ആരാന്ന് വെച്ചാൽ അവൻ സ്പൈഡർമാനാണ്. സ്പൈഡർമാന്റെ കാലഘട്ടമാണ്. ഇവിടെ കുറെ സ്പൈഡർമാൻസ് ഉണ്ട്. ഒരു പെണ്ണിനെ പ്രേമിച്ചു തുടങ്ങിയാൽ പിന്നെ അവന് സൂപ്പർമാനാണ്. കാരണം അവിടെ താല്പര്യവും ഇഷ്ടങ്ങളൊക്കെ വരുന്നു. സൂപ്പർമാനാണ്. ഒരിക്കൽ അവളുമായിട്ട് കല്യാണത്തിന് എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജെന്റിൽമാനാണ്. നല്ല ഇംപ്രഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ കല്യാണം കഴിച്ചാൽ പിന്നെ അവൻ വാച്ച്മാനാണ്. അവനെ നോക്കിക്കൊണ്ടിരിക്കണം. 2 മക്കളായ പിന്നെ പിള്ളേരുടെ പുറകെ ഓടുന്ന ഡോബർമാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എല്ലാ കാലവും സ്പൈഡർമാനാകാൻ പറ്റിയല്ല മോനെ, നിനക്കുമുണ്ട് ഒരു ഡോബർമാന്റെ കാലം. അത് ഓർത്തോണം.